നബി തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ഹജ്ജത്തുൽ വിദായിലുണ്ട്. വളരെ രസകരമായൊരു സംഭവം. നബി തങ്ങളും ആയിഷ ബീവിയുണ്ട്, ഹഫ്സ ബീവിയുണ്ട്, സൊഫിയ ബീവിയുണ്ട്, എല്ലാ ബീവിമാരുണ്ട്. നബി തങ്ങൾക്ക് ഏകദേശം 62 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദാഇന്റെ സമയമാണ്. അതിന് കഴിഞ്ഞിട്ട് പിന്നെ മദീനയിൽ വന്ന് നബി തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോവാൻ നബി തങ്ങൾ മക്കയിൽ ജനിച്ചു അല്ലേ, അവിടെ നിന്ന് ജീവിച്ചു. 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബീവിനെ കല്യാണം കഴിച്ചു. വളരെ സുന്ദരമായി ജീവിച്ചു. അന്ന് ഒരു ഭാര്യ ഉണ്ടായിട്ടുള്ളൂ, ഖദീജ ബീവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭാര്യയായിട്ട്. ഖദീജ ബീവി വഫാത്തായി പിന്നെ 3 കൊല്ലം ഭാര്യ വേണ്ട എന്ന് കല്യാണാലോചന പലതും വന്നു. ഖദീജ ബീവിൻ പോലത്തെ ഒരുത്തിനെ കിട്ടൂല എന്ന് പറഞ്ഞ നബി തങ്ങൾ എന്ത് ചെയ്തു? സങ്കടപ്പെട്ട് 3 കൊല്ലം ജീവിച്ചു. പിന്നെ മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയി. അങ്ങനെ മദീനയിലാണ് പിന്നീട് 10 കൊല്ലത്തോളം. അവസാനം എന്ത് ചെയ്യാണ്? ഈ മക്ക മുഴുവനും കീഴടക്കി തിരിച്ച് മക്കയിലേക്ക് വരികയാണ് ഹജ്ജിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്. ആ ഹജ്ജിന് വരുമ്പോൾ തന്നെ രസകരമായ ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ ആവേശം കൊള്ളുന്ന കഥയുണ്ട്. 10 കൊല്ലത്തിന് ശേഷം നബി തങ്ങൾ മക്കത്തേക്ക് വരികയാണ്. മക്കയിലാണ് ഖദീജ ബീവിന്റെ ഖബറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 9 ഭാര്യമാരുണ്ട്. മദീനത്തെത്തിയിട്ട് അള്ളാഹ് പറഞ്ഞിട്ടാണ് ബാക്കി കല്യാണമൊക്കെ കഴിക്കുന്നത്. 25 മുതൽ 50 വയസ്സ് വരെ നല്ല കാലത്ത് മുഴുവനും നബി തങ്ങളുടെ കൂടെ ഖദീജ ബീവി എന്ന പ്രായമുള്ള 15 വയസ്സ് കൂടുതലുള്ള നേരത്തെ 2 കല്യാണം കഴിഞ്ഞ് 3-4 പ്രാവശ്യം പ്രസവിച്ച ഖദീജ ബീവിയാണ്. അവർ വഫാത്തായി. അവരുടെ ഖബർ മക്കയിലാണുള്ളത്. അപ്പം മദീനയിൽ 10 കൊല്ലത്തെ വാസത്തിന് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയിട്ട് മക്കയിലേക്ക് വരികയാണ് നബിതങ്ങൾ. നബിതങ്ങളുണ്ട്, കൂടെ 1 ലക്ഷത്തോളം സഹാബത്തുണ്ട്. നബിതങ്ങളുടെ 9 ഭാര്യമാരുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടാണ് മക്കയിലേക്ക് വരുന്നത്. ആ വരുന്ന വരവിൽ ഹജ്ജും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഓരോ സഹാബത്തും ക്ഷണിക്കാൻ, റസൂലല്ലാഹ് നബിയേ എന്റെ വീട്ടിലേക്ക് വരൂ നബിയേ, ഒരുപാട് യാത്ര ചെയ്തു വന്നതല്ലയോ. മക്കയിലെ സ്വഹാബികളെല്ലാം അവരുടെ വീടുകളെല്ലാം റെഡിയാക്കി വീട്ടിലേക്ക് വിളിച്ചപ്പോ നബി തങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല. നേരെ നബി തങ്ങൾ ചെല്ലുന്നത് എവിടെയാണ് എന്റെ ഖദീജ, കാണുവാനായി ആശയേറെ ഉണ്ട് ഖദീജ. എവിടെയാണ് എന്റെ ഖദീജ, കാണുവാനായി ഏറെയുണ്ട് എന്റെ ഖദീജ. നബി തങ്ങൾ നേരെ ചെല്ലുന്നത് ഖദീജ ബീവിന്റെ ഖബറിന്റെ അടുത്തേക്കാണ്. അവിടെ ഒരു ടെന്റ് കെട്ടുകയും അവിടെയാണ് നബി തങ്ങൾ താമസിക്കുന്നത്. സ്വഹാബികളൊക്കെ വീട്ടിൽ വിളിച്ച് എവിടെയും പോയില്ല. ഖദീജ ബീവിന്റെ ഖബറിന്റെ തൊട്ടരികത്ത് ഒരു ടെന്റ് കെട്ടിയിട്ട് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കം ഫതഹിന്റെ അതിനു മുമ്പ് യുദ്ധം, അവിടെ ഹജ്ജത്തുൽ വിദാഇന്റെ സമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. സൗകര്യമുള്ള വീട് ഇഷ്ടം പോലെ ക്ഷണിച്ചു, വേണ്ട. ഖദീജ ബീവിന്റെ ഖബറിന്റെ ചാരത്തൊരു ടെന്റ് കെട്ടി അവിടെയാണ് ഹജ്ജിന്റെ വേള മുഴുവൻ നബി തങ്ങൾ താമസിക്കുന്നത്. അവിടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മദീനത്തേക്ക് വരികയാണ്. നബി തങ്ങൾ തിരിച്ച് മദീനത്ത് വന്നിട്ടാണ് വഫാത്താകുന്നത്. ഹബീബിന്റെ ഖബർ മദീനത്താണുള്ളത്. തിരിച്ചു വരാൻ നേരത്ത് നബി തങ്ങളുടെ 9 ഭാര്യമാരുണ്ട്. എല്ലാം ലഗേജൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നബി തങ്ങൾ ഭാര്യമാരുടെ സൈഡിലേക്ക് വന്നത്. 1 ലക്ഷത്തോളം സഹാബികളുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കാൻ നോക്കുന്ന സമയത്ത് സൊഫിയ ബീവി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നു. നബി തങ്ങളുടെ 9 ഭാര്യമാരിൽ പെട്ട മഹദിയാണ് സൊഫിയ ബീവി. സൊഫിയ ബീവിന്റെ വാപ്പ ഒരു ജൂതനായിരുന്നു. ആ ജൂതനായവർ മരണപ്പെട്ടു പോയി. പിന്നീട് സൊഫിയ ബീവി മുസ്ലിമായി, ഇസ്ലാമിലെ മുസ്ലിമത്തായി. അങ്ങനെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. സൊഫിയ ബീവിന്റെ ഒരു വാപ്പ ഒരു ജൂതനാണ്, മൂപ്പര് മരിച്ചുപോയി. സൊഫിയ ബീവി മുസ്ലിമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത്. സൊഫിയ ബീവിന്റെ അടുത്തെത്തി പോയി, എന്താ മോളെ കരയുന്നത്? സൊഫിയ ബീവി പറഞ്ഞു, നബിയെ എൻ്റെ ലഗേജ്, ആ ലഗേജ് ഒട്ടകപ്പുറത്ത് വെച്ച ഒട്ടകം മുട്ടുകുത്തിപ്പോയി നബിയെ. സഫിയ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം എന്ന് പറഞ്ഞാൽ ലോക്കൽ ഒട്ടകമാണ്. കൂട്ടത്തിൽ ഏറ്റവും ഭാരം താങ്ങാൻ ശേഷിയില്ലാത്ത ഒട്ടകമാണ് സഫിയ ബീവിന്റെ ഒട്ടകം ഉണ്ടായിരുന്നത്. ലഗേജ് ആണെങ്കിൽ വലിയ ലഗേജും, വളരെ വളരെ ഭാരമുള്ള ഒരു ലഗേജാണ് സഫിയ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ളത്. പക്ഷെ ഒട്ടകമാണെങ്കിൽ ഇത് എടുത്ത് തോളിലേറ്റി പോകാൻ ശേഷിയില്ലാത്തൊരു ചാവാലി ഒട്ടകം, ഒരു ലോക്കൽ ഒട്ടകം. തൊട്ടടുത്ത് ആയിഷ ബീവിയുണ്ട്. ആയിഷ ബീവിന്റെ ലഗേജ് ആണെങ്കിൽ ചെറിയ ലഗേജ്, വളരെ കുഞ്ഞു ലഗേജ്.
ആയിഷ ബീവിൻ്റെ ഒട്ടകമാണെങ്കിൽ സുദ്ദീഖ് തങ്ങൾ കൊടുത്ത വലിയ നല്ല പവറുള്ള ഒട്ടകമാണ് ആയിഷ ബീവിൻ്റെ ഒട്ടകം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ, നിങ്ങൾ ഒട്ടകം വലിയ ഒട്ടകമാണ്, നിങ്ങളുടെ ഭാരം ചെറിയ ലഗേജാണ്, പെട്ടി ഉണ്ടല്ലോ, ഒരുപാട് സാധനം പർച്ചേസ് ചെയ്യല്ലോ ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. ആയിഷ ബീവി കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല, അവരുടേത് ചെറിയ പെട്ടിയാണ്, ചെറിയ ലഗേജാണ്. എന്നാൽ സൊഫിയ ബീവി അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതുകൊണ്ട് അത്യാവശ്യം വലിയ പെട്ടിയാണ്. അത് ഏറ്റിപ്പോകാൻ വാഹനത്തിന്, ഒട്ടകാണ് അന്നത്തെ വാഹനം, അതിന് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള പോകുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. സൊഫിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സൊഫിയ, നിങ്ങളുടെ ലഗേജ് എടുത്തിട്ട് ആയിഷ ബീവിന്റെ ഒട്ടക പുറത്ത് വെക്ക്, അത് നല്ല പവറുള്ള ഒട്ടകാണ്. ആയിഷ, നിങ്ങളുടെ ലഗേജ് ഉണ്ടല്ലോ, അലാ ജമലി സഫിയ, അത് ചെറിയ ലഗേജ് അല്ലയോ, അത് സഫിയ ബീവിന്റെ ഒട്ടകപ്പുറത്ത് വെച്ചോ. അവരുടെ ഒട്ടകം ഭാരം താങ്ങാനില്ലാത്ത ശേഷിയില്ലാത്തതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ പെട്ടി സഫിയ ബീവിന്റെ ഒട്ടകപ്പുറത്ത് വെച്ചോ. സഫിയ ബീവിന്റെ ലഗേജ് ആയിഷ നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് വെച്ചോ എന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ദേഷ്യം വന്നു. അവിടെ നിന്ന് പറയാണ്, നിങ്ങളാണോ പ്രവാചകനെന്ന് പറഞ്ഞു നടക്കുന്നത്? ഒരു വാക്ക് പറഞ്ഞു പോയി, നബിയേ, ഈ യഹൂദി പെണ്ണിന്റെ ലഗേജ് ഞാൻ എന്റെ ഒട്ടകപ്പുറത്ത് വെക്കൂല നബിയേ. ഈ യഹൂദി പെണ്ണിന്റെ ഉറക്കെ പറയാണ്, യാ അഹ്ല മക്ക, യാ ആളുകളെ, ജനങ്ങളെ, വലബത്നാ ഹാദിഹിൽ യഹൂദിയതു അലാ റസൂലില്ലാഹ്. ഈ യഹൂദി പെണ്ണ് വലിയ മെയിനാവുകയാണ്, നബി തങ്ങളുടെ മനസ്സിൽ വലിയ ആളാവുകയാണോ, അള്ളാന്റെ ഹബീബിന്റെ ഇടയിൽ വലിയ പരിഗണന കിട്ടുന്നയാളായി മാറുകയാണോ. വലബത്നാ ഹാദിഹിൽ യഹൂദിയതു അലാ റസൂലില്ലാഹ്. ഈ യഹൂദി പെണ്ണ് കാരണം മനുഷ്യനാകെ കുടുങ്ങിയല്ലോ. ഓള് വലിയ ആളാവുകയാണോ, റസൂലുള്ളാന്റെ മുന്നിൽ നല്ല ആള് ചമയുകയാണോ. വലബത്നാ ഹാദിഹിൽ യഹൂദിയതു, ഈ യഹൂദി പെണ്ണ് കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയല്ലോ. ആളുകളെ നിങ്ങൾ കാണുന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖത്ത് നോക്കി പറയാണ്, വഹൽ നബിയേ, നിങ്ങളാണോ പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്നത്? നീതി ചെയ്യണ്ടയോ നബിയേ? എന്റെ ലഗേജ് എന്റെ ഒട്ടകപ്പുറത്ത്, അവളുടെ ഒട്ടകപ്പുറത്ത് വെച്ചോട്ടെ. ആ പെണ്ണിന്റെ ഒട്ടകം, ആ പെണ്ണിന്റെ ലഗേജ് എന്റെ ഒട്ടകപ്പുറത്ത് ഞാൻ വെക്കില്ല നബിയേ. ചെറിയൊരു സംസാരം അവിടെ നടക്കുകയാണ്. ആരൊട്ടകം, ആരുടെ ലഗേജും ഞാൻ വെക്കാം, ഈ പെണ്ണിൻ്റെത് ഞാൻ വെക്കൂല നബിയേ. ഒന്നിലേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സൗന്ദര്യപ്പോര്, അതാണ് സംഭവം. അതല്ലാതെ ഒരു ഡീപ്പായിട്ടുള്ള പ്രശ്നമല്ല. ഒരു പെട്ടെന്ന് നബി തങ്ങൾ സൊഫിയ ബീവിനെ പരിഗണിച്ചു പോയോ എന്നൊരു ആദിയിൽ അല്ലേ, ഒരു ഈഗോ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന. ആ ഈഗോ അടിച്ചതാണ്. ആയിഷ ബീവിയൊക്കെ അന്ന് ചെറുപ്പക്കാരി പെൺകുട്ടികളാണ്, പ്രായമുള്ള പക്വതയിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു ചെറുപ്പത്തിന്റെ കുസൃതിയാണ്. നബിയെ, ആരുടെ ലഗേജും ഞാൻ വെക്കാം, നിങ്ങളുടെ ഈ ഭാര്യൻ്റെത് ഞാൻ വെക്കൂല, ഈ യഹൂദി പെണ്ണിൻ്റെത് ഞാൻ വെക്കൂല നബിയേ. കൂട്ടത്തിൽ ആയിഷ ബീവി പറഞ്ഞ വാക്ക് നബി തങ്ങൾക്ക് വിഷമായി പോയി. നിങ്ങളാണോ പ്രവാചകൻ എന്ന് വാദിച്ച് നടക്കുന്നത്? പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾ നിങ്ങളാണോ? നീതി ചെയ്യണ്ടേ? എൻ്റെ ഒട്ടകപ്പുറത്ത് എൻ്റെ വെക്കും, ഓൾദോള് വെച്ചോട്ടെ. ഒരൽപ്പം പെട്ടെന്ന് ദേഷ്യം വന്ന് ആയിഷ ബീവി അങ്ങനെ പറഞ്ഞു പോയി. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ടുവരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി പറയുന്ന വാക്ക് കേട്ടങ്ങോട്ട് വരികയാണ്. മോളെ ആയിഷ, നീ ആരോടാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് ആയിഷ ബീവിന് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിനോടാണോ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? അള്ളാന്റെ ഹബീബിനോടാണോ ഇങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങൾ ആയിഷ ബീവിനെ അടിക്കുകയാണ്. നിങ്ങളാണോ വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് ആയിഷ ബീവിന്റെ വായിൽ നിന്ന് വന്നുപോയത് ആര് കേട്ടു? ആയിഷ ബീവിന്റെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ട് ഓടി വന്നു. പൊട്ടിക്കരയുകയാണ് സിദ്ദീഖ് തങ്ങൾ. മോളെ, മാപ്പ് ചോദിച്ച മോളെ, ഹബീബിനോട് മാപ്പ് പറഞ്ഞ മോളെ, തമാശയല്ല എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരൊറ്റടി കൊടുത്തു ആയിഷ ബീവിനെ. ആയിഷ ബീവിന്റെ ചുണ്ട് പൊട്ടി ബ്ലഡ് വന്നു. ഇങ്ങനത്തെ അടിയുടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മറ്റൊരു സമയത്ത്. ആയിഷ ബീവിന്റെ ചുണ്ട് പൊട്ടി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖേ മഹ്ലൻ യാ അബൂബക്കർ, ഒന്നടങ്ങൂ, ഒന്ന് മാറി നിൽക്കൂ, എന്റെ ഭാര്യനെ തല്ലുന്നത് എനിക്ക് പൊരുത്തമല്ല, ആയിഷ ബീവിനെ അടിക്കുന്നത് എനിക്ക് പൊരുത്തല്ല, മാറി നിൽക്ക് എന്ന് പറഞ്ഞു. നബി തങ്ങൾ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ അമാ സമിഅത മാ ഖാലത്, എന്റെ മകള് മുത്തുനബിയെ അങ്ങയോട് പറഞ്ഞത് കേട്ടില്ലയോ നബിയെ, ഒരു അപമര്യാദയായ വാക്ക് പറഞ്ഞത് കേട്ടില്ലയോ നബിയെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സിദ്ദീഖേ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് ഒരൽപ്പം വാക്ക് പറഞ്ഞു പോയതിന്റെ പേരിൽ അടിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ എനിക്ക് പൊരുത്തമല്ല. ഒരാൾക്ക് ദേഷ്യം വന്നാൽ പർവ്വതത്തിന്റെ മുകളേതാണ് തായ്വാരം ഏതാണെന്ന് പോലും കാണാൻ കഴിയൂല. ആയിഷ ബീവിക്ക് ഇച്ചിരി ദേഷ്യം വന്നു പോയതല്ലോ, അതിനാണോ ഇങ്ങനെ അടിച്ചത്? അതെനിക്ക് പൊരുത്തമില്ല. ഫാത്തിമ ആയിഷ ബീവി കരഞ്ഞ നബി തങ്ങളോട്, നബിയേ, അറിയാതെ പറഞ്ഞു പോയതാ നബിയേ, മാപ്പാക്കണേ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ കർച്ചീഫ് കൊണ്ട് കണ്ണുനീര് തുടക്കുകയും ഹബീബിന്റെ കൈ കൊണ്ട് അവിടുത്തെ ബ്ലഡ് കർച്ചീഫ് കൊണ്ട് ഒപ്പിയെടുക്കുകയും ആയിഷ ബീവിനോട് പറഞ്ഞു, മോളെ, നിങ്ങൾ എന്റെ ഹിബ്ബത്താണ്, എനിക്ക് പ്രിയപ്പെട്ടവളാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയും ഫതമസ്സമ, പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയുമാണ്.